ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലേഖ രാധാകൃഷ്ണൻ. നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മുടെ വീട്ടിൽ മിക്ക വീടുകളിലും ഉണ്ടാകും. ഒരുപക്ഷെ ഒരു കല്യാണ സ്ഥലത്ത് പോയാലും എവിടെ പോയാലും അവിടെ കുടിവെള്ളം നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കും കിട്ടുന്നത്. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ റീസൈക്കിൾ ചെയ്യുന്നത് കുഴപ്പമില്ല, അല്ലാണ്ട് നമ്മൾ വലിച്ചെറിയുന്നത് എന്തുമാത്രം പരിസ്ഥിതി പ്രശ്നം നമുക്ക് ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ആ പ്ലാസ്റ്റിക് ബോട്ടിലിനെ നമുക്ക് അത് റീസൈക്കിൾ ചെയ്ത് നമുക്ക് അത് നല്ല ഓർണമെന്റ്സ് ആക്കി മാറ്റാം. ഞാൻ അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. കണ്ട, ഇത് നല്ല അടിപൊളി കമ്മലായില്ലേ? ഇത് വെറും ഒരു നമ്മുടെ കുടിവെള്ള കുപ്പിയില്ലേ, പ്ലാസ്റ്റിക്, അതിൽ ഞാനൊരു ഇത് ഏത് കളറിലും കിട്ടും. നമുക്കൊരു തരം ഗ്ലിറ്ററിങ് സാധനങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ആർട്ട് കടകളിൽ കിട്ടുന്നൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏത് കടയിൽ പോയാലും കൈ കെട്ടുന്ന എന്തെങ്കിലും വാങ്ങിച്ചു വെക്കുക, പിന്നെ അത് എന്തെങ്കിലും അപ്ലൈ ചെയ്യുക, അതിനൊരു ആർട്ട് ആക്കുക. അതാണ് എൻ്റെ ആർട്ടിൻ്റെ പ്രത്യേകത. ഇത് കണ്ടോ, നല്ല നല്ല ഭംഗിയുള്ള കമ്മലാക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ വെയ്റ്റ്ലെസ്സുമാണ്. ഇത് സുഖമായിട്ട് നമുക്ക് ഉപയോഗിച്ചുണ്ട്. നേരെമറിച്ച് ഈ ഒരു കുടിവെള്ള കുപ്പി നമ്മൾ പുറത്ത് വലിച്ചെറിഞ്ഞാലുള്ള പരിസ്ഥിതി പ്രശ്നം എന്തുമാത്രം ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ആർട്ട് വർക്ക് ഇതാരും പഠിപ്പിച്ചതല്ല, ഞാൻ എടുക്കും പഠിച്ചതുമല്ല. തനിയെ എനിക്ക് എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ചെയ്യാൻ മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ അതിനൊരു രൂപമാക്കി മാറ്റും. അങ്ങനെ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയ ഒരു ഐറ്റം ഇതാണ്, നമ്മുടെ കുടിവെള്ള കുപ്പിയിലെ ഇയർ ഡ്രോപ്സ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഐറ്റം കിട്ടുമ്പോൾ നിങ്ങൾ ആർട്ട് വർക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സും സന്തോഷം കിട്ടും, നമുക്കൊരു ആർട്ട് പീസും ആകും. ഇത് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകുമല്ല. അപ്പം 3 in 1. അപ്പോൾ പ്ലീസ് ട്രൈ. അടുത്ത ഒരു ആർട്ട് വിഷയമായിട്ട് നാളെ കാണാം.